ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷെഹറൂബ ഷമീർ. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് വീട്ടിൽ ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫലൂദയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി ആദ്യം തന്നെ 1/2 ലിറ്റർ പാല് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് 2 കപ്പ് പാലാണ്. പാല് തിളപ്പിച്ചതിന് ശേഷം നല്ലവണ്ണം തണുപ്പിച്ചെടുക്കണം, എന്നിട്ട് വേണം ഫലൂദ ഉണ്ടാക്കാൻ. അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. പാല് തിളപ്പിക്കുമ്പോൾ അടി പിടിക്കാതിരിക്കാൻ വേണ്ടി നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. പിന്നെ നമ്മൾ പാലൊക്കെ തിളപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ടിരുന്നാൽ മതി. അതുപോലെ സേമിയം വേവിച്ച് വെച്ചാലും നമുക്ക് പെട്ടെന്ന് തന്നെ ഫലൂദ ഉണ്ടാക്കാനായിട്ട് പറ്റും. ചൂട് കാലത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ഈ ഫലൂദ. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ ടേസ്റ്റിൽ നമുക്കത് വീട്ടിലുണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ പാൽ ഇവിടെ നന്നായി തിളച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് സേമിയൻ കുക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് സേമിയൻ ചേർത്ത് കുക്ക് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ 1/4 കപ്പ് സേമിയനാണ് എടുത്തിട്ടുള്ളത്. ഇത് വറക്കാത്ത സേമിയനാണ്. ഇതിന് വറക്കാത്ത സേമിയനാണ് നല്ലത്. അപ്പോൾ ഈ സേമിയ ഇനി ഇതിലിട്ട് നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റ് മതിയാകും നമ്മുടെ സേമിയൻ കുക്കായി കിട്ടാൻ. പിന്നെ ഇത് നല്ല കളർഫുൾ ആവണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു ഡ്രോപ്പ് കളറൊക്കെ ചേർക്കാം കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ കളറൊന്നും ചേർക്കുന്നില്ല. സേമിയ ഇപ്പോൾ ഇവിടെ കുക്കായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് ഡ്രൈൻ ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ ഇതൊന്ന് തണുക്കാൻ വേണ്ടി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് തണുത്ത വെള്ളം, 1 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. സേമിയം പെട്ടെന്ന് തണുക്കുകയും ചെയ്യും, അതുപോലെ ഒട്ടിപ്പിടിക്കാതിരിക്കുകയും ചെയ്തോളും. ഇനിയിപ്പോൾ ഇത് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് വേണ്ടത് കസ്കസ ഒന്ന് കുതിർക്കണം. അപ്പം അതിന് വേണ്ടി 1.5 ടേബിൾ സ്പൂൺ സബ്ജ സീഡ്സ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിന് ബേസിൽ സീഡ്സ് എന്നും പറയും കേട്ടോ. അതുപോലെ കസ്കസ, സബ്ജ സീഡ്സ് ഒക്കെ ഇതിന് പറയുന്ന പേര് തന്നെയാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം, അതായത് 1 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഇത് മാറ്റി വെക്കണം. ആ സമയം കൊണ്ട് ഇതൊന്ന് കുതിർന്ന് കിട്ടിക്കോളും. അതിനുശേഷം വേണം നമുക്ക് ഫലൂദ ഉണ്ടാക്കാൻ. അപ്പോൾ ആദ്യം പാല് തിളപ്പിച്ച് വെക്കുക, പിന്നെ സേമിയം കുക്ക് ചെയ്തെടുക്കുക, പിന്നെ നമുക്ക് സബ്ജ സീഡ്സ് കുതിർത്ത് വെക്കുക. അപ്പോൾ പാലൊക്കെ ഇവിടെ നന്നായി തണുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് റോസ് സിറപ്പാണ്. ഫ്രൂട്ടോമാൻസിൻ്റെ റോസ് സിറപ്പാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് 2 ടേബിൾ സ്പൂൺ നമുക്ക് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ റോസ് മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വെച്ച് വേണം നമുക്ക് ഫലൂദ ഉണ്ടാക്കാൻ. ഇനി ഞാനിവിടെ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് റോസ് സിറപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ റോസ് സിറപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ഗ്ലാസ്സിലേക്കും ഈ 2 ടേബിൾ സ്പൂൺ വീതം റോസ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സേമിയം ഒരു 2 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സേമിയനൊക്കെ ചേർക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഇതിപ്പോൾ ശരിക്കും 3 ഗ്ലാസ് ഒക്കെ ചെയ്യാനായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൽ നന്നായിട്ട് സേമിയനൊക്കെ ചേർക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് മിക്സഡ് ഫ്രൂട്ട്സ് ആണ്. ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ആപ്പിള്, പിന്നെ പച്ചമുന്തിരി, കറുത്ത മുന്തിരി, പിന്നെ കുറച്ച് പോംഗ്രനേറ്റും. അപ്പോൾ ഈ മിക്സഡ് ഫ്രൂട്ട്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക, 2 ടേബിൾ സ്പൂൺ വീതം. മിക്സഡ് ഫ്രൂട്ട്സ് ഒക്കെ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. പക്ഷെ ഇതൊക്കെ ചേർത്താൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഫലൂദക്ക്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ചേർക്കുന്നത്. ഇനിയിപ്പോൾ വേണ്ടത് ബേസിൽ സീഡ്സ് കുതിർത്തതാണ്. അപ്പോൾ ബേസിൽ സീഡ്സ് കുതിർത്തത് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. റോയൽ ഫലൂദയൊക്കെ ഉണ്ടാക്കുമ്പോൾ സ്ട്രോബെറി ജെല്ലിയൊക്കെ ചേർക്കാറുണ്ട് നമുക്ക്. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഫലൂദയാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ നമുക്ക് ധാരാളമാണ്. അപ്പോൾ ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള റോസ് മിൽക്ക് പതുക്കെ 1 സ്പൂൺ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. പാല് നന്നായി തണുപ്പിച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം വേണം നമ്മൾ ഈ ഫലൂദയിലേക്ക് ഒഴിക്കാനായിട്ട്. അപ്പോൾ റോസ് മിൽക്കും ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് 1 സ്കൂപ്പ് വാനില ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. ഇനി റോസ് സിറപ്പ് വെച്ച് ഇതൊന്ന് ഗാർണിഷ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ള കാഷ്നട്ടും ബദാമുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കിതിലേക്ക് ചേർത്തൊന്ന് ഗാർണിഷ് ചെയ്യാം.
അപ്പോൾ ഒരു മാതള നാരങ്ങയുടെ സീഡ്സും ഞാനിതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി. അപ്പം നമ്മുടെ ഹോം മെയ്ഡ് ഫലൂദ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയായി നമുക്ക് വീട്ടിലുണ്ടാക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. ഈ ചൂടുകാലത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡെസേർട്ടാണിത്. നമ്മുടെ മനസ്സും ശരീരവും ഒരുപോലെ തണുപ്പിക്കും ഈ ഡെസേർട്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണേ. അപ്പോൾ ഇനി ഇതുപോലുള്ള റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്